ബിഗ് ബോസ് ജയിലിലും ഒക്കെ പിടിച്ചിട്ട് വീക്കെൻഡിൽ നമ്മുടെ ആര്യനും പോയി. അങ്ങനെ എല്ലാം കൊണ്ടും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കാനായിട്ട് നമ്മുടെ അക്ബർ ഒന്ന് തുടങ്ങി വന്നതായിരുന്നു. ഈ അനുമോൾ ഒരൊറ്റ ആള് കാരണം ആ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പുള്ളിക്ക് കണ്ടിന്യൂ ചെയ്യാനും പറ്റിയില്ല. ആ ഒരു പഴയ ഒരു 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 പ്രതാപത്തിലേക്ക് അക്ബർ മടങ്ങി പോവുകയും ചെയ്തു. നമ്മൾ വീക്കെൻഡിന് ശേഷം എല്ലാവരും നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. കമന്റ്സ് ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിരുന്നു. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നമ്മുടെ അക്ബർ എടുക്കുന്നത്. ഒറ്റയ്ക്ക് ക്യാമറയെ നോക്കി സംസാരിക്കുന്നു, പാട്ട് പാടുന്നു, ഉമ്മയെക്കുറിച്ച് സംസാരിക്കുന്നു, പാട്ട് പാടുന്നു. അതായത് ശരിക്കും ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി. ഞാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോഴേ പറയുകയാണ്, ഇനി അടുത്ത ആഴ്ച ഞാൻ ഇവിടെ ഉണ്ടാവുമെന്ന് അറിയൂല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്ന് സെറ്റായി വരായിരുന്നു. അപ്പോഴേക്കും ഒന്ന് അനുമോൾ സീനാക്കിയിട്ട് എല്ലാവരും അനുമോൾക്കെതിരെ തിരിഞ്ഞിട്ട് അക്ബറിന്റെ കയ്യിൽ ഇരുന്ന ആ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇപ്പൊ അനുമോളുടെ കയ്യിലോട്ട് പോയി. കാരണം ഇപ്പോൾ അനുമോളാണ് അവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നത്. അനുമോള് ഒറ്റപ്പെട്ടാലുള്ള അപകടം അവിടെ കൃത്യമായി മനസ്സിലാക്കിയ ആള് നമ്മുടെ അനീഷാണ്. അനീഷിന് ബുദ്ധിയുണ്ട്. അനീഷ് അതുകൊണ്ട് അനുമോളെ ഒറ്റപ്പെടാൻ അനുവദിക്കാതെ അനുമോളെ ഒപ്പം ചെന്നിരിക്കാനും സംസാരിക്കാനും ഒക്കെ പ്രത്യേക സമയം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സീസണിൽ ഇതുവരെയുള്ള ട്രെൻഡ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അനുമോളും അനീഷും തമ്മിലാണ് നേരിട്ടുള്ള ഫൈറ്റ് നടക്കുന്നത്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഒന്നാം സ്ഥാനത്തൊക്കെ വരുന്നുണ്ട്. മൂന്നാമതാണ് ഷാനവാസ് നിൽക്കുന്നത്. എഴുതി തള്ളാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും കയറി വരാൻ പറ്റുന്ന ആൾ തന്നെയാണ്. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടക്കുന്നത് അനുമോളും അനീഷും തമ്മിലാണ്. അപ്പൊ അനീഷിന് നന്നായിട്ടറിയാം അനുമോൾ ഒരു സ്ട്രോങ് കോമ്പറ്റേറ്റർ ആണ് ഫിനാലയിൽ. അപ്പൊ അനുമോൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ മൂപ്പർക്ക് പണിയാവുമെന്ന് നന്നായിട്ട് അനീഷിന് അറിയാം. അപ്പൊ അതുകൊണ്ട് അനീഷ് അനുമോൾ ഒറ്റപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നലെ വരെ ഇന്ന് അനുമോൾ ഉച്ചയ്ക്ക് ആ ഒരു ഫുഡിന്റെ ഇഷ്യൂ ഉണ്ടാവുന്നത് വരെ കറക്റ്റായിട്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പിടിച്ചു വന്ന അക്ബർ അനുവിന്റെ വിഷയം വന്നതോടെ പുള്ളി അതങ്ങ് മറന്ന് പഴയ അക്ബറായിട്ടങ്ങ് മാറി. തന്റെ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഇപ്പൊ അക്ബർ വിട്ടു നിൽക്കുകയാണ്. ഇനിയിപ്പോ എന്തായാലും അക്ബർ വീണ്ടും ആ ഒരു ഒറ്റപ്പെടലിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒറ്റപ്പെടലിന്റെ കടിഞ്ഞാണ് ഇപ്പോൾ അനുമോളുടെ കയ്യിലാണ്. അനുമോൾ അനീഷിനെ പക്ഷേ അകറ്റി നിർത്തിയിട്ടില്ല. അനീഷുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായ ഒറ്റപ്പെടലല്ല, ഒരു ഭാഗികമായ ഒറ്റപ്പെടലാണ് അനുമോൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബിഗ് ബോസിൽ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു രണ്ടാഴ്ച. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.